നിധി പറയും എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി, എനിക്ക് വലുത് എൻ്റെ കരിയറാണ്. അച്ഛൻ പറയും സർട്ടിഫിക്കറ്റൊക്കെ തരാം, പക്ഷെ നീ ഇവിടുന്ന് പോകണില്ല, ഇനി നീ ഇവിടെ നിന്നാൽ മതി, ജോലിയൊക്കെ നിനക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറയും. അമ്മ നിധി കാരണം ഉണ്ടായ പണത്തിൻ്റെ നഷ്ടങ്ങളൊക്കെ പറയാണ്. പണത്തിൻ്റെ കാര്യം പോട്ടെ, നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാതായില്ലേ ഞങ്ങൾക്ക്, എന്നിട്ട് പോലും നിന്നോട് പൊറുക്കാനും ക്ഷമിക്കാനും ഞങ്ങൾ തയ്യാറായില്ലേ. അരുണ അപ്പുറത്ത് ചെന്നിട്ട് സൂര്യയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. മെസ്സേജ് കണ്ടതും സൂര്യയ്ക്ക് സന്തോഷമാവും. നിധി ഏടത്തിയോട് പറയും, ഏടത്തി സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാമെന്ന് ഏടത്തി പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ല അമ്മേ, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. അരുൺ വന്നിട്ട് നിധിയോട് ചൂടാവുകയാണ്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തന്നില്ലെങ്കിലോ, മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അവരൊക്കെ എത്ര പറഞ്ഞിട്ടും നിധി അതിന് തയ്യാറല്ല. അമ്മ അച്ഛനോട് ചോദിക്കും, ഇവള് പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങളെന്തോ ഒരു അക്ഷരം മിണ്ടാത്തത്. രാജീവ് വന്നിട്ട് നിധിയോട് പറയും, ഇങ്ങനൊരു മകളില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉറപ്പിച്ചതാ ഞാൻ. പിന്നെ നിന്നെ ഇവിടെ കാലുകുത്താൻ സമ്മതിച്ചത് നിൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് മാത്രമാണ്. നീ ഈ കുടുംബത്തോട് ചെയ്തത് വലിയ ചതിയാ, എന്നാലും അത് മറക്കാനും പൊറുക്കാനും ഞങ്ങൾ തയ്യാറാണ്. നിൻ്റെ കഴുത്തിലെ അവൻ കെട്ടിയ താലി ഊരിയെറിഞ്ഞ് നീ തിരിച്ചു വന്നാൽ നിനക്കൊരു ദിവസം കൊണ്ട് വിവാഹം കഴിക്കാൻ കഴിയുമെങ്കിൽ എനിക്കൊരു ദിവസം കൊണ്ട് ഡിവോഴ്സ് വാങ്ങിത്തരാനും കഴിയും. അരുൺ പറയും, സൂര്യ ഇവിടെ തന്നെ ഉണ്ട് അച്ഛാ, ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോയിട്ടില്ല, ഇങ്ങോട്ടിപ്പോൾ വരും. സൂര്യ വീട്ടിലേക്ക് വരികയാണ്. ഗേറ്റിൻ്റെ അടുത്ത് നികേഷ് നിൽക്കുമ്പോൾ നികേഷിനോട് വയ്ക്കും, നീ ഏതാ? നികേഷ് പറയും, ഞാൻ എൻ്റെ ഇടത്തിയുടെ കൂടെ വന്നതാ, നിധി സുധീഷ്. പണ്ട് സൂര്യ കരഞ്ഞ കാര്യം ഓർക്കുമ്പോൾ നികേഷിന് ചിരി വരും. നികേഷ് ഇങ്ങനെ പറയും, മമ്മി ഐ ആം ട്രാപ്ഡ്. സൂര്യയ്ക്ക്, ഓഹോ അന്ന് നീയും ഉണ്ടായിരുന്നല്ലേ. അതും പറഞ്ഞ് നികേഷിനെ അടിക്കാൻ നോക്കുമ്പോൾ നികേഷ് പറയും, വേണ്ട ഇനിയും തട്ടിക്കൊണ്ടുപോവാൻ, ഞങ്ങൾക്കധികം പണിയൊന്നുമില്ല. സൂര്യ നികേഷിനോട് മാറാൻ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. അരുണ് ആ വീടിനെയും ആ വീട്ടിലുള്ളവരെയൊക്കെ പറ്റി ഇങ്ങനെ കുറ്റം പറയാണ്. അമ്മ നിധിയോട് അപേക്ഷിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ബെല്ലടിക്കുമ്പോൾ അരുൺ പറയും, സൂര്യയാണെന്നാണ് തോന്നുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് പേടിയാവും. സുധി നികേഷിനെ ഫോൺ വിളിക്കുമ്പോൾ നികേഷ് സൂര്യ വന്ന കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സുധിക്ക് ആകെ പേടിയാവും. സൂര്യ വന്നിട്ട് നിധിയെ ഉപദേശിക്കാൻ നോക്കുകയാണ്. നിധി ചോദിക്കും, താൻ ആരാടോ എന്നോട് സംസാരിക്കാൻ, താൻ ആരാണെന്ന്. അരുണ് അതിനെ തടയാൻ നോക്കുമ്പോൾ നിധി പറയും, അരുണേട്ടനും അച്ഛനും എന്ത് വേണമെങ്കിൽ എന്നെ പറയാം, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഓരോന്നിനെ കെട്ടിയിറക്കിയാൽ എനിക്കിങ്ങനെ പറയേണ്ടി വരും. അമ്മേ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ, ഞാൻ വീട് വിട്ടു പോകാൻ തന്നെ ഇയാളാണ് കാരണം, എന്നിട്ട് പിന്നെയും അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അച്ഛൻ പറയും, കള്ളം പറയുന്നത് നിധി, നിനക്ക് സൂര്യ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആ ഡ്രൈവറെ ഇഷ്ടമായതുകൊണ്ടാണ് നീ പോയത്. നിധി പറയും, നിങ്ങളോട് ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല, എനിക്ക് എൻ്റെ ID പ്രൂഫും സർട്ടിഫിക്കറ്റും മാത്രം തന്നാൽ മതി, ഞാൻ പോയിക്കോളാം. അമ്മ നിധിയെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. നിധി പറയും, ഇല്ലമ്മേ ഞാൻ പോവും, എനിക്ക് പോകണം. ഞാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർ ഒട്ടും തന്നെ മാറിയിട്ടില്ല ഇപ്പോഴും. എനിക്കിതൊക്കെ കാണുമ്പോൾ പേടിയാവുകയാണ്. എനിക്കെൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി, അത് ഞാൻ പഠിച്ചു വാങ്ങിയതാ. അച്ഛൻ ഒന്നുകൂടെ സംസാരിക്കുകയാണ് നിധിയോട്, നിനക്ക് ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു തരാം, എൻ്റെ മകളായിട്ട് നിനക്കിവിടെ കഴിയാം, എൻ്റെ അടുത്തുനിന്ന് നിനക്ക് കിട്ടാൻ പോകുന്ന അവസാനത്തെ ഔദാര്യമാണിത്. നിധി വയ്ക്കും, എന്നിട്ടാണോ ഇങ്ങനെ ഒരാളെ എനിക്ക് കല്യാണം ആലോചിച്ച് തന്നത്? നിങ്ങളിപ്പോഴും വിചാരിക്കുന്നത് ഞാനൊരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയെന്നാ. ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എനിക്കെൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി, ഞാനത് വെച്ചിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അച്ഛൻ പറയും, നിർത്ത്, ചെറിയ കുട്ടികൾ വാശി പിടിക്കുന്ന പോലെ കരഞ്ഞാൽ നിൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചോ?